പിന്നെ ജനലിലെ കൂടെ കാണുന്ന രണ്ട് കുഞ്ഞുങ്ങൾ കഴുത്തറത്ത് കട്ടിൽ കിടക്കുന്നത്. ഇവൻ രാജേഷ് ബുദ്ധിപൂർവ്വം പഞ്ചായത്ത് ഓഫീസ് ഏതാണ്ട് ഇരട്ടക്കുട്ടികളല്ലയോ, ഏതാണ്ട് ആനുകൂല്യം കിട്ടും പേപ്പർ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടിട്ടാണ് അവൻ വന്ന്. എല്ലാവർക്കും നമസ്കാരം. രാജ്യം കാക്കേണ്ട പട്ടാളക്കാരൻ മാനം കാക്കാൻ വേണ്ടി അരും കൊല ചെയ്ത ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. രഞ്ജിനി എന്ന് പറയുന്ന ഒരു യുവതിയെയും രഞ്ജിനി പ്രസവിച്ച ഇരട്ടക്കുട്ടികളായ രണ്ട് കുട്ടികളെയും കഴുത്തറുത്ത് കൊന്നു. ചോരമണ മാറുന്നതിന് മുമ്പ്, അതായത് 16 ദിവസം പ്രായമുള്ള ആ കുഞ്ഞുങ്ങളെയും പേറ്റുനോവ് മാറുന്നതിന് മുമ്പ് രഞ്ജിനി എന്ന് പറയുന്ന സ്ത്രീയെയും ഈ വീട്ടിൽ വെച്ചായിരുന്നു ഈ പറഞ്ഞ പട്ടാളക്കാരൻ കൊല ചെയ്തത്. നമ്മളുടെ ഈ കാണുന്ന റൂമിലായിരുന്നു രഞ്ജിനി മരിച്ചു കിടന്നത്. ഇതിനപ്പുറത്ത് കാണുന്ന റൂമിൽ രണ്ട് കുട്ടികളെ കഴുത്ത് അറുത്ത നിലയിലായിരുന്നു കാണപ്പെട്ടത്. ഈ സംഭവത്തിന് ശേഷം ഈ രണ്ട് പട്ടാളക്കാരും ഒളിവിൽ പോവുകയും ഇപ്പം 19 വർഷത്തിന് ശേഷം തമിഴ്നാട്ടിൽ നിന്നും ഈ രണ്ട് വ്യക്തികളെയും CBI അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവിടെ നിന്ന് ഈ കൊല നടത്തിയതിന് ശേഷം ഇവരുടെ നിന്ന് രക്ഷപ്പെടുകയും തമിഴ്നാട്ടിൽ പോയി കല്യാണം കഴിച്ച് പേരും ഐഡൻറ്റിറ്റിയും എല്ലാം മാറി അവർ സുഖമായി ജീവിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അവരുടെ അറസ്റ്റ് നടക്കുന്നത്. അതായത് 19 വർഷം. 2006 ഫെബ്രുവരി 10-ാം തീയതി രാവിലെ ഒരു 8-9 മണി കഴിഞ്ഞാണ് ഒരു നിലവിളി കേട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് അടച്ചില്ല. അവിടെ ഒരു സ്ത്രീ അവിടെ കഥവിൻ്റെ വീട്ടിൽ കിടന്ന് നിലവിളിക്കുക. അപ്പോൾ അതിലത്തെ വീട്ടിലൊക്കെ ആളുകൾ അപ്പുറം ഇരിപ്പുണ്ട്. ഞാൻ അവരോട് ചെന്ന് ചോദിച്ചപ്പോൾ അവരെന്തോ പറയുന്നത് വ്യക്തമല്ല. ഞാൻ കൈയൊക്കെ എടുത്ത് കാണിക്കുന്നു. ഞാൻ അവിടെ വന്നുകൊണ്ട് ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഒരു സ്ത്രീ ചരിഞ്ഞ് ഇങ്ങനെ തയ്യൽ മെഷീനാണെന്ന് തോന്നുന്നു, എൻ്റെ മേശം അതിലിങ്ങനെ കൈ വെച്ചിട്ട് അവിടെ ഒരു എഴുത്തും ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ജനലിൽ കൂടെ കാണുന്ന രണ്ട് കുഞ്ഞുങ്ങൾ കഴുത്തറത്ത് കട്ടിൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ വന്ന് മറ്റുള്ള എല്ലാവരോടെയും പറഞ്ഞ് അങ്ങനെ ആ വീട്ടിൻ്റെ ഉടയൻ അഞ്ചലാണ് താമസം. അദ്ദേഹമായിട്ട് അവർ ബന്ധപ്പെട്ട് വേറെ കൂടെ വന്നവരൊക്കെ പോലീസ് വന്നു. പക്ഷേ രാത്രി സന്ധ്യ 6 മണിക്കാണ് അവിടെ ഡെഡ് ബോഡി എടുക്കുന്നത്. അപ്പോഴത്തേക്ക് എറുമ്പൊക്കെ അരിച്ച് 3 കുഞ്ഞുങ്ങളുടെയും അവരുടെ എല്ലാം പുറത്ത്. ഞങ്ങൾക്കറിയത്തില്ല ആരാ വന്നത്, ആരാണ്ട് അവിടെ വന്നെന്ന് മാത്രം അറിയാം. പിന്നീടാണ് അറിയുന്നത് അവിടെ സ്ഥിരം സഹകരിച്ചുകൊണ്ടിരുന്നൊരു ഈ രാജേഷ് എന്ന് പറയുന്ന കണ്ണൂക്കാരൻ, എല്ലാവരും സ്ഥിരം സഹകരിച്ചുകൊണ്ടിരുന്നത് അവിടെ. പക്ഷേ ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്, രക്തത്തിൻ്റെ ഇടപാട് വരെ SITയിൽ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് ഈ തോയ്ത്തല മോഹനാണ്. എല്ലാം അയാളാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാണ് ഈ രാജേഷ് എന്ന് പറഞ്ഞ ആൾ ഇവരുമായിട്ട് പരിചയപ്പെടുന്നതും മോഹനെ ഒഴിവാക്കി അത് ഞങ്ങളുടെ ബന്ധുവാണെന്നും പറഞ്ഞ് കൂടെ കൂട്ടുന്നത്. പിന്നെ തോയ്ത്തല അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ വരുന്നത് മരണത്തിനാണ്. അതാണ് 1 മാസത്തിനടുത്തേ ആയിട്ടുള്ളൂ. അതിനു മുമ്പിട്ട് താഴെങ്ങളിലാണ് താമസിക്കുന്നത്. ആർക്കും വരെ അറിയത്തോലുമില്ല. അത് ഈ കൊലപാതകം ചെയ്തവനെന്നല്ല, മറ്റേ വേറൊരുത്തരുണ്ടല്ലോ, വിപിൻ കുമാറോ, അയാളും ഈ പെൺകുട്ടിയായിട്ട് അടുപ്പത്തിലായിരുന്നു. അങ്ങനെ ആ കുട്ടി ഗർഭിണിയായി വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പം അതാണ് പ്രശ്നമെന്ന് പറയുന്നു. അപ്പം അവരെ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ വാർത്ത വന്നല്ലോ. ഇല്ലില്ല, ഞാൻ ഈ രണ്ടുപേരെയും കണ്ടിട്ടില്ല. പക്ഷെ അവരിവിടെ ഈ രാജേഷ് ഇവിടെ മിക്കവാറും വരുമായിരുന്നെന്ന് പറയുന്നു. അവരുടെ കൂടെ 2 വീട്ടുകാരാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ, 2 പോർഷനായിട്ട്. അതിലെ ഒരു പോർഷനിലുള്ള ഒരു സ്ത്രീയും അവർ ഭർത്താവും. അവർ ഈ വീട്ടോടെ എൻ്റെ ഫാർമസി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അവർ കണ്ടിട്ടുണ്ട്, ഇയാളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരവിടെ ഉണ്ടായിരുന്നു. അവരിപ്പുറത്തെ വീട്ടിൽ വന്നിരിക്കും. രാവിലെ അങ്ങനെ 7 മണിയാകുമ്പോൾ പോയി കഴിഞ്ഞാൽ ഇപ്പുറത്തെ വീട്ടിൽ വന്നിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ അവർ ഈ സംഭവത്തെക്കുറിച്ച് അവർക്ക്, കാരണം ഇയാൾ കൂടെ വരുമല്ലേ, കൂടെ ബൈക്കിൽ വരും പോവും. അതുകൊണ്ട് അവരത്ര കെയർ ചെയ്തില്ലത്. ആരാണെന്നോ എന്തുവാന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ അന്ന് പറഞ്ഞു. ഈ പെണ്ണിന്റെ അമ്മ ഈ മരണശേഷം ചേട്ടനോട് സംസാരിച്ചു? ഇല്ലില്ല, ആരോടും സംസാരിച്ചിട്ടില്ല. അവരിപ്പോൾ ഏതോ അമ്പലത്തിലെങ്ങാണ്ട് ഭജനം ഇരിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ ഫെബ്രുവരി 10-ാം തീയതി ആകുമ്പോൾ 19 വർഷമാവും. അന്ന് ഇവിടെ ഇത് അസ്വാഭാവികമായിട്ട് വിളിച്ചു പോലോ വേണോ ഒന്നും കേട്ടില്ല. ഈ രാവിലത്തെ വിളിച്ചു പോക്കേ ഉള്ളൂ. അന്നേരം ഈ സംഭവം നടക്കുന്നത്. 9 മണിക്ക് രാവിലെ. അല്ല, സംഭവം നടക്കുന്നത് ഇവർ വിളിച്ചു. ഇവൻ രാജേഷ് ബുദ്ധിപൂർവ്വം പഞ്ചായത്ത് ഓഫീസ് ഏതാണ്ട് ഇരട്ടക്കുട്ടികളല്ലയോ, ഏതാണ്ട് ആനുകൂല്യം കിട്ടും പേപ്പർ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടിട്ടാണ് അവൻ വന്ന് ഇത് ചെയ്തിട്ട് അവൻ പോകുന്നത്. അവർ അവിടെ ചെന്നപ്പോൾ പഞ്ചായത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞ് 6 മാസത്തിനകത്ത് മതി, ഇപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോരുന്നു. അന്നപ്പോൾ ഇതാ കാണുന്നത്. രാജേഷ് മാത്രമേ ഉള്ളൂ? ആ, രാജേഷ് മാത്രമേ ഉള്ളൂ. ഇല്ല, അയാളത് ആസൂത്രണം ചെയ്ത് വിട്ടത്. അല്ലാതെ രാജേഷ് മാത്രമേ സംഭവം ചെയ്യാനുള്ളായിരുന്നു.
ഈ പറയുന്ന രാജേഷിനെ ആരും തന്നെ കണ്ടിട്ടില്ല. അയൽവക്കത്തെ ആ സ്ത്രീ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവരിപ്പം താമസിക്കുന്നത് അവരെവിടാന്ന് അറിയത്തില്ല. അവരിവിടുന്ന് പോയി. ഈ പറയുന്ന രഞ്ജിനിയുടെ അമ്മയുടെ മൊഴിപ്രകാരം ഈ ദിവൻ കുമാർ ഈ രഞ്ജിനിയെ വീട്ടിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. അതായത് സ്വാഭാവികമായിട്ട് ഈ അമ്മയോട് ഈ രഞ്ജിനി ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ മിണ്ടിയില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം രഞ്ജിനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോഴാണ് അറിയുന്നത് രഞ്ജിനി 6 മാസം ഗർഭിണിയാണെന്ന്. അങ്ങനെയാണ് ഈ ഒരു സംഭവം പുറംലോകം അറിയുന്നത്. അതായത് പുറംലോകം അമ്മയും മറ്റ് ബന്ധുക്കളും അറിയുന്നത്. അപ്പം ആളെ തിരക്കി. അപ്പം രഞ്ജിനി ദിലീൻ കുമാറിനോട് ആവശ്യപ്പെട്ടത് ഇത്രയായിരുന്നു: മക്കൾ ചോദിച്ചാൽ അച്ഛനെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടാവണം. അപ്പം കല്യാണം കഴിക്കണം എന്നൊരാവശ്യത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്നും പ്രകോപനമുണ്ടായിട്ടാണ് ഈ പറയുന്ന ദിബിൻ കുമാർ കണ്ണൂർ സ്വദേശിയായ രാജേഷ് എന്ന് പറയുന്ന പട്ടാളക്കാരനെയും കൂട്ടുപിടിച്ചുകൊണ്ട് നാട്ടിലെത്തുകയും ഈ പറയുന്ന രാജേഷ് ഈ രഞ്ജിനിയെയും അമ്മയും സഹായി എന്ന രീതിയിൽ ഇവിടെ അവരുടെ കുടുംബത്തിലേക്ക് കൂടിച്ചേരുകയും അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും രഞ്ജിനി പ്രസവിക്കുകയും ചെയ്തു. പ്രസവശേഷം ഈ വാടക വീട്ടിൽ ഒരു പോർഷന് അവരെ താമസിപ്പിക്കുകയായിരുന്നു. രഞ്ജിനി അവരുടെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ലായിരുന്നു. ഈ രാജേഷിനെ സംശയമില്ലായിരുന്നു. കാര്യം രാജേഷ് ഇവൻ്റെ കൂട്ടുകാരനാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം രഞ്ജിനിയുടെ അമ്മ ഇവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയം, ഇവിടെ ഇപ്പം പേടിക്കാനൊന്നുമില്ല, അയലോക്കത്തൊക്കെ ആൾക്കാരുണ്ടല്ലോ എന്ന ധാരണയിൽ ഇവിടുന്ന് പോകുമ്പോൾ ഈ പറയുന്ന രാജേഷും ദിവിൻ കുമാറും ഇവിടെ എത്തുകയും 16 ദിവസം പ്രായമുള്ള 2 കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും രഞ്ജിനിയെ കഴുത്ത് മുറിച്ച്, അതായത് കഴുത്തറ്റ് പോകുന്ന രീതിയിൽ ആയിരുന്നു ഈ വീട്ടിൽ കടന്നിരുന്നത്. അപ്പോൾ 19 വർഷത്തിന് ശേഷം സുഖമായി ജീവിച്ച് മറ്റൊരു കല്യാണം കഴിഞ്ഞ് മക്കളുമായിട്ട് ആരും പിടിക്കപ്പെടത്തില്ല എന്ന രീതിയിൽ സുഖമായി തമിഴ്നാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ ഈ പറയുന്ന ഈ CBIക്ക് ഒരു ലീഡ് കിട്ടുന്നത് പോലും ഈ പറയുന്ന ഇവരുടെ 2 പേരുടെയും ഭാര്യമാർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു ഫോട്ടോയിൽ നിന്നും ക്രോസ് മാച്ച് ചെയ്ത സമയത്ത് ചെറിയ ഡൗട്ട് തോന്നി. കാര്യം 19 വർഷം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ചെറിയ മുഖഭാവമൊക്കെ മാറിയിരുന്നു. അപ്പം CBIക്ക് തോന്നിയ ചെറിയ ഡൗട്ടിൽ അവരെ പോയി അന്വേഷിച്ച് കണ്ടെത്തി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഏതാനും ദിവസങ്ങൾ കൂടെ കഴിയുമ്പം ഇപ്പം അവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പം ഈ പറയുന്ന ഈ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുവരും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പം ഒരു കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ മലയാള മനസ്സിലല്ല, ലോക മനസ്സിനെ തന്നെ ആകെ ഞെട്ടിച്ച ഒരു വലിയ കൊല നടന്ന വീടിന് ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ആലോചിച്ച് നോക്കണം. മാർക്കോ എന്ന സിനിമയിൽ പോലും അതിക്രൂരമായ ഇതുപോലൊരു കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യുന്നൊരു സംഭവമുണ്ട്, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നൊരു സംഭവമുണ്ട്. നമ്മളൊക്കെ മാർക്കോ കണ്ടവർക്കറിയാം. അതുപോലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ രാജ്യം കാക്കേണ്ട ഈ 2 പട്ടാളക്കാരും ഒന്ന് ആലോചിച്ച് നോക്കി, 16 ദിവസം പ്രായം, അതായത് 28 കെട്ട് പോലും കഴിയാത്ത ആ 2 പെൺകുഞ്ഞുങ്ങളെ, അത് ഇരട്ട പെൺകുഞ്ഞുങ്ങളെ, പൊന്നുപോലെ നോക്കേണ്ട കുഞ്ഞുങ്ങളെ അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരനും ചേർന്നായിരുന്നു ഈ വീട്ടിൽ വെച്ച് അതിക്രൂരമായി കഴുത്തറത്ത രീതിയിൽ കൊല ചെയ്യപ്പെട്ടത്. ഈ പറയുന്ന രഞ്ജിനി മരിച്ചു കിടക്കുന്ന സമയത്ത് പേപ്പറിൽ എന്തോ എഴുതുന്ന രീതിയിൽ കയ്യിൽ പേനയും ഒരു പേപ്പറും ഉണ്ടായിരുന്നു. ആ രീതിയിലായിരുന്നു കിടന്നിരുന്നത്. പക്ഷേ തല പൂർണ്ണമായിട്ടും അറ്റുപോയിരുന്നു. അപ്പം 19 വർഷം CBIയുടെ ചരിത്രത്തിലെ അവരുടെ ചരിത്രത്തിലെ ഒരു പൊൻതൂവലായി മാറേണ്ട ഒരു കേസാണ്. അതിലുപരി ഇവിടെ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ട് ഒരു തുമ്പ് പോലും കിട്ടാത്തതിന് ശേഷമാണ് CBI അന്വേഷിക്കുന്നത്. അപ്പം സ്വാഭാവിക CBIക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പകുതി ക്രെഡിറ്റ് നമ്മുടെ കേരള പോലീസിനും കൂടിയാണ്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എന്ത് തെറ്റ് ചെയ്തിരുന്നാലും ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്, ഒരു ലീഡ് എവിടെയെങ്കിലും ഇട്ടിരിക്കും, എന്നായാലും പിടി വീണിരിക്കും. അപ്പം ഈ കേസ് തെളിഞ്ഞു. ഒരുപാട് സന്തോഷം. അവർ അമ്മയ്ക്ക് നീതി കിട്ടി. ഒരു ജീവിതം കാത്തിരുന്നൊരു പെണ്ണിനെ അത് ബലാത്സംഗം ചെയ്യുകയും അത് കല്യാണം കഴിക്കുമെന്ന് വാഗ്ദാനം നൽകിയതിന് ശേഷം അവരെ ക്രൂരമായി കൊന്നുകളയുകയായിരുന്നു.